ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ മാർക്കറ്റ് ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തു അല്ലേ? ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തു മാർക്കറ്റ്. അപ്പോൾ ഞാൻ രാവിലെ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ വോയിസ് ഇട്ടപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് എങ്ങോട്ടാണോ പോകുന്നത് ആ വഴിക്കോട്ട് വരാനുള്ള സാധ്യതയാണ്, താഴോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യതയാണ് എന്നാണ് ഞാൻ രാവിലെ ഗ്രൂപ്പിൽ പറഞ്ഞത്. ഏത് സൈഡിലോട്ട് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 340, ഈ 340 ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അപ്സൈഡ് ഉള്ളൂ, ഇല്ലെങ്കിൽ മാർക്കറ്റ് താഴോട്ടിറങ്ങി വരും എന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു ഇല്ലേ? പക്ഷെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ബിഗിനറിന് ഒരിക്കലും ട്രേഡ് ഇല്ല, നമ്മളത് മനസ്സിലാക്കണം. ബിഗിനറിന് ഒരിക്കലും ട്രേഡ് ഇല്ല, റിസ്കി ട്രേഡേഴ്സിന് മാത്രമേ ഉള്ളൂ ഇവിടെ ഫസ്റ്റ് ആദ്യമേ ഉള്ളടുത്ത ട്രേഡ്. കാരണം എന്താണ്? ഇവിടെ അൺസർട്ടനിറ്റിയാണ്. മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിപ്പോയി, നേരെ തിരിച്ച് കയറി വന്നു, മുകളിലോട്ട് പോയി, പിന്നെ ഒരു ഡോജ് പോലെ ഫോം ചെയ്തപ്പോൾ നമ്മുടെ പറയുന്ന ക്രൈറ്റീരിയ എന്താണ്? ഒരു 5 മിനിറ്റിൻ്റെ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടണം, എങ്കിൽ മാത്രമേ നമുക്ക് അപ്സൈഡ് ഉള്ളൂ. ഇല്ലെങ്കിൽ 15 മിനിറ്റ് നേരം നല്ല രീതിയിൽ മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം ഇല്ലേ? എങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് ഉള്ളൂ, ഇല്ലെങ്കിൽ മാർക്കറ്റ് താഴോട്ട് തന്നെ ഇറങ്ങി വരാനാണ് സാധ്യത എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. അതിനുശേഷം ഫസ്റ്റ് ഒരു ക്യാൻഡിൽ വന്നു, ഒരു ഡോജി മാതിരി രൂപാന്തരപ്പെട്ടു ഇല്ലേ? അതിനുശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് ഇറങ്ങി വന്നു. അപ്പോൾ ഈ ഡോജിയുടെ പുറത്ത് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ആരെങ്കിലും ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മാന്യമായ ഒരു പ്രോഫിറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എടുത്തവർ ഓക്കെ, ഞാൻ ആരെയും ഞാനിത് എന്താ പറയുന്ന വാദം മുഖമായിട്ട് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ അതാണ്ട് ഞാൻ പറഞ്ഞില്ല ഇതായിട്ട് പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ കിട്ടിയില്ലേ എന്ന് തർക്കത്തിനൊന്നും എനിക്കില്ല. നിങ്ങളുടെ കൺവിക്ഷൻ അനുസരിച്ച്, നിങ്ങളുടെ എന്താ പറയുന്നത് മനോധൈര്യവും മാനദണ്ഡവും ഒക്കെ അനുസരിച്ച് നിങ്ങൾ പ്രോഫിറ്റ് എടുത്തവർക്ക് ഓക്കെ അങ്ങനെ ചെയ്യുന്നവർ ധാരാളം ആൾക്കാരുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരു എക്സ്പീരിയൻസ് ട്രേഡിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്താണ് ഓപ്പർച്യൂണിറ്റി? നമുക്ക് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിപ്പോയി മുകളിലോട്ട് ഇറങ്ങിപ്പോയി ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്തു ഇല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലൂടെ കിട്ടിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ സ്റ്റോപ്പ് ലോസ്, ചെറിയ സ്റ്റോപ്പ് ലോസാണ്, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു പി ട്രേഡ് നോക്കും, കിട്ടി, നല്ല രീതിയിൽ കിട്ടിയപ്പോൾ എവിടെയാണ്? നമുക്ക് നേരത്തെ ഓൾറെഡി ഇവിടെ ഞാൻ 2 ലൈൻ വരച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ടെമ്പററി ലൈനാണ്. ഈ ടെമ്പററി ലൈൻ നിങ്ങൾ വാച്ച് ചെയ്യുക, എവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ജസ്റ്റ് ഞാനിന്ന് തലേ ദിവസത്തെ വീഡിയോ കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കൃത്യമായിട്ട് എവിടെയാണോ കഴിഞ്ഞ പ്രാവശ്യം ലോ ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ സപ്പോർട്ട് എടുത്തത് അതേ പോയിന്റ് തന്നെ വന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു? വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് നേരെ തിരിച്ച് കയറിപ്പോയി. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയാനില്ല, ബിഗിനറിന് ഓപ്പർച്യൂണിറ്റി ഇല്ല, ഇല്ല. ഇവിടെ വേണമെങ്കിൽ ഇത് കണ്ടുകൊണ്ട് കയറിയോട് കാണുമായിരിക്കാം, പക്ഷെങ്കിൽ ഇതൊരിക്കലും ഒരു എൻട്രി പോയിന്റ് അല്ല. ബിഗിനർ ഒരു എൻട്രി പോയിന്റ്. റിസ്കി ട്രേഡേഴ്സിന് ഡെയിലി കളിക്കുന്നവർക്ക് അല്ല സ്കാൽപ്പ് ചെയ്യുന്നവർക്കൊക്കെ ഇവിടെ ട്രേഡ് ഉണ്ട്. പക്ഷെങ്കിൽ ഒരു ബിഗിനർ ട്രേഡ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ബിഗിനർ എപ്പോഴും കാത്തിരിക്കുക, അല്ലാതെ എല്ലാവരും ട്രേഡ് എടുക്കുന്നു അതുകൊണ്ട് ഞാനും ചാടിക്കയറി ട്രേഡ് എടുക്കാം എന്നുള്ളൊരു മനോഭാവം നിങ്ങൾ മാറ്റിവെച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായി എൻട്രി പോയിന്റ് കിട്ടിയാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? ട്രേഡ് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക, എന്നെങ്കിലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, അതിനുശേഷം ഇവിടെ റിസ്കി ട്രേഡ് എടുത്തവർക്ക് കറക്റ്റ് ഇതേ പോയിന്റ് തന്നെ വന്ന് മാർക്കറ്റിലൂടെ വന്ന് റിജക്റ്റ് ചെയ്ത് മാർക്കറ്റ് പോയി നമ്മുടെ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം ഉടനെ വരും, സാർ കണ്ടില്ലേ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലൂടെ സസ്റ്റെയിൻ ചെയ്തു, ഇവിടെ ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടി, അപ്പോൾ നമുക്ക് കൂടുതൽ ട്രേഡ് എടുക്കാൻ പറ്റും, പക്ഷെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഇതെന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായി എല്ലാ ദിവസവും എൻ്റെ വീഡിയോ മുഴുവൻ കാണാത്തതുകൊണ്ട് കുഴപ്പമാണ്. ഇവിടെ നിങ്ങൾ ആരെങ്കിലും ട്രേഡ് എടുത്ത് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ പോയിന്റിൽ ആരെങ്കിലും ട്രേഡ് എടുത്ത് SL അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് എന്നെ ഫോളോ ചെയ്യാത്തവർ, എൻ്റെ വീഡിയോ മുഴുവനും കാണാത്തവർക്കുമാണ് ആ അബദ്ധം പറ്റിയിരിക്കുന്നത്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്താ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു ട്രേഡ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു പോയിന്റിൽ ഒരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എൻ്റെ പ്രൈസ് ആക്ഷൻ സീരീസ് കണ്ടവർക്കാണെങ്കിലും അറിയാൻ പറ്റും എന്താ സംഭവിച്ചത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ്? ഈ ഒരു ക്യാൻഡിൽ നോക്കി, ഈ വലിയൊരു ക്യാൻഡിലാണ്, ഏകദേശം 20 പോയിന്റിന് മുകളിൽ ഈ ക്യാൻഡിലിന് ദൈർഘ്യമുണ്ട്. ഇവിടുന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 340 താഴെയാണ്. ഒരു 335 കൂട്ടിയോ, 335 മുതൽ ഏകദേശം 75 മുകളിൽ പോയി ഈ ഒരു ക്യാൻഡിൽ. ഇവിടെ നമുക്ക് അളന്ന് നോക്കാമല്ലോ, എന്തിനാണ് വെറുതെ നമ്മൾ തർക്കിക്കുന്നത് എന്തിനാ? നമുക്ക് അളന്ന് നോക്കാമല്ലോ. ഇവിടെ നോക്കിക്കുക, എത്രയാണിത്? 337. ഹൈ എത്രയാണ്? 360. അപ്പോൾ എത്ര? 23 പോയിന്റ് ഉണ്ട് ആ ഒരു ക്യാൻഡിൽ. ഈ ഒരു ക്യാൻഡിൽ എത്ര ഉണ്ട്? 23. ഞാൻ എപ്പോഴും പറഞ്ഞത് എത്രയാണ്? ഒരു ക്യാൻഡിൽ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ മാക്സിമം 15 to 20.
ഇതിനകത്ത് നിൽക്കണം. ഇങ്ങനെ ഒരു ക്യാൻഡിൽ കിട്ടുവാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രൈസ് ആക്ഷൻ പ്രകാരം 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഫുൾ ബോഡി കിട്ടി ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. ഇല്ല എന്താ കുഴപ്പം? ഇവിടെ സ്റ്റോപ്പ് ലോസ് വളരെ കൂടുതലായിരിക്കും. നമുക്കിവിടെ ഈ ഒരു പോയിന്റിൽ എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ കൂടുതലായിരിക്കും, നമുക്ക് നഷ്ടസാധ്യത വളരെ കൂടുതലായിരിക്കും. ഇത് പല പ്രാവശ്യം ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എത്ര പേര് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ലെവലുകൾക്ക് വേണ്ടി മാത്രം ഓടി വന്ന് ലെവൽ കുറിച്ചുകൊണ്ട് പോകുന്നവരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിനുശേഷം എന്താണ്, അടുത്തൊരു ക്യാൻഡിൽ വീണു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് നേരെ താണ്ട് കിടക്കുന്നു, നേരെ മാർക്കറ്റ് താഴോട്ട്. കാരണം എന്താണ്, നമുക്കിവിടെ എൻട്രി ഇല്ല, നമുക്കിവിടെ എൻട്രി ഇല്ല. അത് മാത്രമല്ല, ഇവിടെ മാർക്കറ്റിൽ നിലവിൽ മൊത്തത്തിൽ ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ട്. ഗ്ലോബലി ആയാലും അൺസർട്ടനിറ്റി മാർക്കറ്റിൽ കൂടുതലാണ്. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, മാർക്കറ്റ് ട്രേഡ് ചെയ്യുമ്പം നമ്മൾക്ക് മുന്നോട്ട് പോകാൻ എന്തെങ്കിലും ഒരു സംഭവം വേണം. മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കാൻ തക്ക എന്തെങ്കിലും ഒരു ന്യൂസ്, അല്ലെ എന്തെങ്കിലും ഒരു സംഭവം, അല്ലെ ഒരു ഇൻസിഡൻറ്റ്, അല്ലെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കാനുള്ള സംഭവം മാർക്കറ്റിൽ വേണം. ഇല്ലാതെ ഒരിക്കലും മാർക്കറ്റ് മുന്നോട്ട് പോകത്തില്ല. ഇവിടെ നേരെ എന്താ മാർക്കറ്റിലുള്ളത്? മാർക്കറ്റിൽ മൊത്തത്തിൽ നെഗറ്റീവ് ന്യൂസാണ് ഉള്ളത്. എന്താണ് വെനസ്വേലയിലുള്ള പ്രശ്നം, ട്രംപിൻ്റെ ഇന്നലത്തെ ഡയലോഗ് എല്ലാം കൂടെ ചേരുമ്പോൾ മാർക്കറ്റ് മൊത്തത്തിൽ ഒരു അൺസർട്ടനിറ്റിയാണ്, ഇല്ലേ? അപ്പോൾ ഏത് നിമിഷവും സെൽ ഓഫ് വരും എന്നൊരു സാധ്യത മാർക്കറ്റിൽ ഉണ്ട്. പക്ഷേ ഇതൊന്നും മനസ്സിലാകാതെ റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യും? ചാടി കയറി മാർക്കറ്റ് അടുത്ത ഓൾ ടൈം ഹൈ അടിച്ചു എന്ന് പറഞ്ഞ് ചാടി കയറും. അങ്ങനെ ഇവരെന്താ ചെയ്യുന്നത്? മാർക്കറ്റ് ബുള്ളിഷ് ആണ് എന്നൊരു പ്രതീതി വരുത്തി തീർക്കും. ഇതാണ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ FIS ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഏറ്റവും വലിയ ഒരു പിന്നെ നമ്മളെ റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും അവർ കൂടുതലും ചെയ്യുന്നത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ്. മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ നോക്കി വലിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടി, അപ്പോൾ എല്ലാവരും കൂടെ ചാടി കയറും, മാർക്കറ്റ് അടുത്ത ഓൾ ടൈം ഹൈയിലോട്ട് പോകുന്നു, മാർക്കറ്റ് പറക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ എല്ലാവരും ചാടി ഇവിടെ കേൾപ്പിക്കും. അതിനുശേഷം നേരെ തിരിച്ച് കൂടത്തിനടിച്ച പോലെ ഉച്ചയ്ക്ക് അടി തന്ന് നേരെ താഴോട്ട് വിടും. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ ഇതെങ്ങനെ മനസ്സിലാവുക എന്ന് വെച്ചാൽ, സ്ഥിരമായിട്ട് നമ്മൾ മാർക്കറ്റിൽ ലൈവ് മാർക്കറ്റിൽ നമ്മൾ നോക്കിയിരിക്കുകയും ഇങ്ങനെയുള്ള സിനാരികൾ പല പ്രാവശ്യം ഉണ്ടായത് നമ്മുടെ മനസ്സിലുള്ളതും ഒക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? ഇതിനെ വെല്ലുന്ന രീതിയിൽ ഇതിനെ എൻഗൾഫ് ചെയ്യുന്ന ഒരു ബെയറിഷ് ക്യാൻഡിൽ ഉണ്ടായി. ഇതില്ലേ, ഇതെന്താണ്? ബെയറിഷ് എൻഗൾഫിംഗ് ആണ്, ഇല്ലേ? ഈ ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്ത് അല്ലെങ്കിൽ വിഴുങ്ങി മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വന്നു, കളിച്ച് നേരെ മാർക്കറ്റ് താഴോട്ട് വന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് പോയി. അടിച്ചില്ലെങ്കിൽ ഇവിടെ ഇത്ര നേരം ഹോൾഡ് ചെയ്ത് ഇവിടെ വന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചു, ഇല്ലേ? അപ്പോൾ ഇവിടെ ബിഗിനറിന് ട്രേഡ് ഉണ്ടോ? ട്രേഡ് ഇല്ല. ഇവിടെ എങ്ങും ബിഗിനറിന് ട്രേഡ് ഇല്ല. ബിഗിനറിന് ട്രേഡ് ഉള്ളത് ഇവിടെയാണ്. ഞാൻ കാണിച്ചു തരാം എവിടെയാണ്. മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നു, ഇല്ലേ? മാർക്കറ്റ് ഇവിടെ താഴോട്ട് ഇറങ്ങി വന്നു, കൺസോളിഡേറ്റ് ചെയ്തു, മാർക്കറ്റ് തിരിച്ച് വീണ്ടും റീടെസ്റ്റ് ചെയ്തു, ഇല്ലേ? നമ്മുടെ 340 മാർക്കറ്റ് എന്ത് ചെയ്തു? റീടെസ്റ്റ് ചെയ്തു, ഇല്ലേ? ശരിയല്ലേ? മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴോട്ട് വീണ്ടും വരുന്ന പ്രതീതി വരുത്തി തീർത്തു. നമ്മുടെ ഇവിടെ ഓൾറെഡി ഒരു ലൈൻ ഉണ്ട്, നമ്മുടെ 1, 2, 3 പല പ്രാവശ്യം മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അതേ പോയിന്റ് വന്നിട്ട് മാർക്കറ്റ് വീണ്ടും എന്ത് ചെയ്തു? റിവേഴ്സ് ചെയ്തു. ഇതേ പോയിന്റ് വന്ന് മാർക്കറ്റ് വീണ്ടും വന്ന് റിവേഴ്സ് ചെയ്തു, വീണ്ടും താഴെ വന്ന് വീണ്ടും റീടെസ്റ്റ് ചെയ്തു, ഇല്ലേ? റീടെസ്റ്റ് ചെയ്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ് മനസ്സിലാവുന്നത്? മാർക്കറ്റ് റിജക്ഷനാണ്, ഇല്ലേ? മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ ശ്രമിക്കും തോറും അവിടെ നിന്നൊക്കെ അടിച്ചടിച്ച് താഴോട്ടിടുകയാണ്, ഇല്ലേ? അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നൊരു പ്രതീതി പിന്നെയും ഇവിടെ ഒരു ഫോൾസ് ബ്രേക്കൗട്ട് കാണിച്ചു. അതിനുശേഷം ക്ലോസിങ് സംഭവിച്ചതോടാണ് അതേ പോയിന്റ് തന്നെയാണ് ക്ലോസിങ് സംഭവിച്ചത്, ഇല്ലേ? അതേ പോയിന്റ് തന്നെയാണ് ക്ലോസിങ് സംഭവിച്ചത്. അതിനുശേഷം നമുക്ക് വീണ്ടും ഇവിടെ ഇത് വലുതാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതൊരു ബെയറിഷ് എൻഗൾഫിംഗ് ആണ്. നോക്കിക്കേ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല, അടുത്ത ക്രൈറ്റീരിയ ഉണ്ട്. നമുക്ക് 80% ഒരു ബോഡി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഇല്ലേ? 80% ഒരു ബോഡി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, അടുത്ത ട്രേഡ് നമുക്ക് വളരെ സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതാണ്. ഇങ്ങനെയുള്ള എൻട്രിക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. മനസ്സിലായോ? എന്ന് നോക്കിക്കേ, എല്ലാം കൊണ്ടും നമുക്ക് ഇപ്പോൾ അടിച്ചാൽ സ്റ്റോപ്പ് ലോസ് അടിച്ചുവാണെങ്കിൽ നമുക്ക് വളരെ ചെറിയ നഷ്ടം, 7 പോയിന്റ് to 10 പോയിന്റ് നഷ്ടം മാത്രമേ ഇവിടെ വരത്തുള്ളൂ. കാരണം എന്താണ്? എൻട്രി പോയിന്റ് കറക്റ്റാണ്. 80% നമുക്കൊരു ബോഡി ഇവിടെ ഉണ്ട്. പിന്നെ എന്താണ്? ഇതൊരു ബെയറിഷ് എൻഗൾഫിംഗ് ആണ്, സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതാണ്. എല്ലാം കൊണ്ട് നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും, ഇല്ലേ? അങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്തവർക്ക് നല്ല രീതിയിലൊരു ഫോളോ. ഇതിവിടെ മാത്രമേ ഉള്ളൊരു ബിഗിനറിൻ്റെ ട്രേഡ്. ഇവിടെയൊക്കെ നമുക്ക് ബിഗിനർ ട്രേഡ് എന്ന് തോന്നാം, പക്ഷേ ഇതൊന്നും നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു എൻട്രി പോയിന്റ് അല്ല. അപ്പം നമുക്ക് കൃത്യമായ എൻട്രി പോയിന്റിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കണം. നമുക്ക് എവിടെയാണ് ഒരു എൻട്രി കിട്ടുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നോക്കിയിരിക്കണം. അതിനുശേഷം എന്താ സംഭവിച്ചത്?
മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വരച്ച് കാണിച്ചു ഇല്ലേ, ഈ മാർക്കറ്റ് ഇവിടെ എത്തുന്നതിന് മുന്നേ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഒരു വട്ടമിട്ട് കാണിച്ചു തന്നു. ഇവിടെ ട്രിപ്പിൾ ടോപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, മാർക്കറ്റ് ഇങ്ങോട്ട് വരുമോ എന്ന് ഞാൻ ഗ്രൂപ്പിൽ ചോദ്യം വിട്ട് ഈ സ്ക്രീൻഷോട്ട് ഇട്ടിരുന്നു. ശരിയല്ലേ പറഞ്ഞേ അല്ലേ? മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടെ ഇറങ്ങി വന്നു. ഈ പറയുന്ന റിജക്ഷൻ ഇത് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു മാർക്കറ്റ്. ഇവിടെ നോക്കിക്കേ, നിങ്ങൾ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ ഒരു തത്വം പറയുവാണെന്നുണ്ടെങ്കിൽ ഒരേ പ്രതലത്തിൽ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് എങ്കിലും പുതിയ ആൾക്കാർ പറയാം, ഒരേ പ്രതലത്തിൽ പല പ്രാവശ്യം നമ്മൾ വന്ന് തട്ടുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ പ്രതലം പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ ഒന്ന് വന്ന് അടിച്ചു, അല്ലെ ഒരു സീലിങ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലത്ത് ചുറ്റി വെച്ച് നമ്മൾ അടിക്കുക, ഒന്നടിച്ചു പൊട്ടിയില്ല, രണ്ടടിച്ചു പൊട്ടിയില്ല, അപ്പോൾ മൂന്നാമത്തെ അടിക്കുക എന്ത് ചെയ്യും, ഇത് പൊട്ടും എന്ന് പറഞ്ഞ പോലെ തന്നെ പല പ്രാവശ്യം ഈ ലെവൽ വന്ന് ടെസ്റ്റ് ചെയ്തു മൂന്നാമത്തെ പ്രാവശ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഇത് സസ്റ്റെയിൻ ചെയ്തില്ല, നേരെ ബ്രേക്ക് ചെയ്തായിട്ട് പോരും. ഇനിയും അവിടെ ട്രേഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, കൃത്യമായിട്ട് ഈ പോയിന്റിൽ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നിങ്ങൾക്ക് ഒരു ക്ലോസിങ് കിട്ടിയിട്ടുണ്ട് ഇല്ലേ? വേണമെങ്കിൽ ഇത് ശകല റിസ്ക്കിയാണ്, നിങ്ങൾക്ക് ഓൾറെഡി ഇവിടുന്ന് ഇവിടം വരെ കിട്ടി, പിന്നെ വെറുതെ ആക്രാന്തരം പോകേണ്ട കാര്യമില്ല. പിന്നെ ഇവിടുന്ന് ഇത്രയും കിട്ടിയതിന് ശേഷം മാർക്കറ്റ് എപ്പോൾ ആണെങ്കിലും ഇവിടുന്ന് എന്ത് ചെയ്യാം, റിജക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഈ നമ്മുടെ 237 വരെ പോകാനുള്ള സാധ്യത നമുക്ക് ഉള്ളൂ. ശരിയല്ലേ? അപ്പോൾ ഒന്നുകിൽ ഇവിടെ വരെ കാത്തിരുന്ന് ട്രേഡ് എടുത്തവർ കാണും, അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങിയവർ കാണും, അല്ലെങ്കിൽ ഇവിടെ ട്രേഡ് എടുത്തവർ കാണും, ഇവിടുത്തെ ചെറിയ ഒരു പ്രോഫിറ്റ് ഇല്ലേ? അത് ഓരോരുത്തരുടെ മനോധർമ്മമാണ് ഇല്ലേ? അവരവരുടെ കപ്പാസിറ്റിയും അവരുടെ മൈൻഡ് സെറ്റും അനുസരിച്ചിരിക്കും അവരൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ജീവിക്കണോ വാഴണോ ചാവണോ എന്നുള്ളത് തീരുമാനിക്കണം. ഞാനിവിടെ ഒരു കമൻറ്റ് എഴുതിയിട്ടു. ഈ പോയിന്റ് എത്തിയപ്പം ഇത് വളരെ നിർണായകമായ പോയിന്റാണ്. ഇവിടെ ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കും എന്ന് ഞാൻ എഴുതിയിട്ടു. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് എന്ത് ചെയ്തു, വീണ്ടും ഇവിടുന്ന് റിജക്റ്റ് ചെയ്തു, ഒരു ബൗൺസ് ബാക്ക് ചെയ്തപ്പോഴും കൃത്യമായിട്ട് ഇതേ പോയിന്റിൽ ഇല്ലേ, എവിടെയാണോ ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ എവിടെയാണോ ഇത് ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് അതേ പോയിന്റിൽ തന്നെ എത്തിയതിനു ശേഷം മാർക്കറ്റ് വീണ്ടും തിരിച്ച് വന്നു നമ്മുടെ ലൈനിൽ 26,237 എന്ന് പറഞ്ഞ ലൈൻ ടെസ്റ്റ് ചെയ്ത് ആ ഏരിയ 250 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇതാണ് ഇന്നത്തെ മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റീസ് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റും, എത്ര പേർക്ക് ഇത് മനസ്സിലാകും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാകാത്തവർ സ്ഥിരമായി വീഡിയോ കാണുക. സ്ഥിരമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പം കുറേ കഴിയുമ്പോൾ അങ്ങനെ സ്ഥിരമായി കേട്ടും കണ്ടാകുമ്പം ഇങ്ങനെയുള്ള സിനാരിയോകൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പലരും പ്രോഫിറ്റ് എടുത്തു, ധാരാളം ആൾക്കാർ പ്രോഫിറ്റ് എടുത്ത് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചത് സന്തോഷം. എനിക്ക് അതിൽ മതിമറന്നുള്ള ആഹ്ലാദമൊന്നുമില്ല. കാരണം ഇതിനൊരു മറുവശമുണ്ട്, നമ്മളത് മറന്നുപോകല്. എപ്പോഴും നമുക്കിപ്പോൾ ഇത്ര 1,00,000 രൂപ ഇന്ന് പ്രോഫിറ്റ് കിട്ടിയാലും 1,00,000 രൂപ പ്രോഫിറ്റ് കിട്ടിയാലും ഇതിൻ്റെ ഒരു അനദർ സൈഡുണ്ട്, മറു സൈഡുണ്ട് ഇല്ലേ? ലോസിൻ്റെ ഒരു സൈഡുണ്ട്. അതെപ്പോഴും നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം ഒരു ട്രേഡ് അല്ല, എന്നും പ്രോഫിറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഒരിക്കലും കൊണ്ട് നടക്കാൻ പാടില്ല. ഓക്കെ, എന്ന് പ്രോഫിറ്റ് കിട്ടിയാലും അതിനൊരു മറുവശം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ആ മറുവശത്തെ നമ്മൾ നേരിടേണ്ടത് കൃത്യമായ എക്സിറ്റ് പോയിന്റിലാണ് നമ്മൾ അതിനെ നേരിടണമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ ഒരു 10 റൂള് ഉള്ളൊരു സംഭവമാണ്. അത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലാഭം കിട്ടുമ്പം അമിത സന്തോഷമോ നഷ്ടം വരുമ്പം അമിത നിരാശയോ നമ്മളെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെ ഭരിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ലാഭം കിട്ടുമ്പോൾ അമിത സന്തോഷം കാണിക്കേണ്ട കാര്യമില്ല, നഷ്ടം വരുമ്പോൾ അമിത നിരാശയും കാണിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്, നമുക്കൊരു കൃത്യമായ എൻട്രി ഉണ്ട്, ഒരു എക്സിറ്റും ഉണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്യുവാണെന്നെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെറും ഒരു പാറ്റിയായിട്ട് ഇവിടെ പിന്നെ ചത്ത് വീഴത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നാളെ നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? നാളെ മാർക്കറ്റിനെ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും മാർക്കറ്റിനെ പിടിച്ചു നിർത്തിയത് ബാങ്കാണ്. ബാങ്ക് നിഫ്റ്റിയിലെ HDFC വളരെ നെഗറ്റീവ് ആണെങ്കിലും പിന്നെ ICICI ബാങ്കാണ് ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നിഫ്റ്റിയെ പിടിച്ചു നിർത്തിയത്. ബാക്കി എല്ലാവരും നെഗറ്റീവായിരുന്നു. തുടക്കത്തിൽ റിലയൻസും പോസിറ്റീവായിരുന്നു, അവസാനം ക്ലോസ് ചെയ്തത് നെഗറ്റീവിലാണ് റിലയൻസ് ക്ലോസ് ചെയ്തത്. ഈ ICICI ബാങ്ക് മാത്രമാണ് ഇന്ന് നമ്മുടെ നിഫ്റ്റിയെ പിടിച്ചു നിർത്തിയത്. ഓക്കെ, നോക്കിക്കേ, കാരണം മൂന്നാമത്തെ വെയിറ്റേജ് സ്റ്റോക്കാണ് നിഫ്റ്റിയിലെ ICICI ബാങ്ക് നിഫ്റ്റി രണ്ടാമത്തെ സ്റ്റോക്കുമാണ്. ഓക്കെ, അത് സസ്റ്റെയിൻ ചെയ്ത് നിന്നു ഇല്ലേ? നമ്മൾ വരച്ചിട്ട ലൈനുണ്ട്, ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ ലൈനിൽ തന്നെ താഴോട്ട് പോകാതെ നിഫ്റ്റിയെ പിടിച്ചു നിർത്തിയത് ഈ പറയുന്ന ICICI ബാങ്ക് മാത്രമാണ്. റിലയൻസ് ചവിട്ടി മേലോട്ട് കയറിപ്പോയി എങ്കിലും പോയ പോക്കിൽ, പണ്ട് നമ്മൾ വരച്ചിട്ടിരിക്കുന്ന ലൈനാണ് ഇതൊക്കെ, പോയ പോക്കിൽ അതുപോലെ തന്നെ അണ്ണ എന്ത് ചെയ്തു, നേരെ ഇനി തിരിച്ച് പോരുന്നു. എവിടെയാണ് ഓപ്പൺ ചെയ്തും ബ്രേക്ക് ചെയ്ത് നേരെ താഴെ പോരുന്നു. ഇപ്പോൾ നമ്മുടെ ഏകദേശം ഓൾമോസ്റ്റ് നമ്മുടെ അടുത്ത 1522 പറഞ്ഞ സപ്പോർട്ടിന് അടുത്തോട്ട് അടുക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പം
മേളിൽ കയറി പോയിട്ടും ഈ ഫോൾ ആവാൻ ഒരു പ്രധാനപ്പെട്ട കാരണം റിലയൻസ് കൂടാണ്. പിന്നെ HDFC ബാങ്ക്. HDFC ബാങ്കിൽ നോക്കിക്കേ, ഈ പറയുന്ന പോലെ തന്നെ രാവിലെ വലിയ ഷോ ഒക്കെ കാണിച്ചെങ്കിൽ നേരെ ആശാൻ താഴോട്ട് പോയി. ഇതും പറഞ്ഞ് നമ്മുടെ സപ്പോർട്ടിലാണ് നമ്മൾ HDFC ബാങ്കിൽ വന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം എല്ലാം കൊണ്ടും വളരെ ശോകമായിരുന്നു. IT നോക്കിക്കഴിഞ്ഞാൽ വളരെ സെൽ ഓഫ് ആയിരുന്നു. രാവിലെ മുടിഞ്ഞ സെൽ ഓഫ് ആയിരുന്നു. ഞാനിവിടെ ഓൾറെഡി വരച്ചിട്ടതാണ്. നല്ല സെൽ ഓഫ് IT-ൽ എന്തുകൊണ്ടാണ് സെൽ ഓഫ് ഉണ്ടാകാൻ കാര്യം? IT സെൽ ഓഫ് ഉണ്ടാകാൻ കാര്യം പറഞ്ഞാൽ ട്രംപിൻ്റെ ഇന്നലത്തെ ഡയലോഗാണ്. ട്രംപ് പറഞ്ഞു, എന്താ പറഞ്ഞത്? റഷ്യൻ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് വീണ്ടും താരിഫ് അടിക്കും എന്നൊരു ഡയലോഗ് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? ട്രേഡ് ഡീലിൻ്റെ കാര്യത്തിലൊക്കെ ഏകദേശം ഒരു ധാരണയും ഇതുവരെ ആയിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഓടിക്കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സംസാരിച്ച് നെഗോഷിയേഷനൊക്കെ നടത്തി എന്നൊക്കെ പറയുന്നെങ്കിലും ട്രംപിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു ഡയലോഗ് വന്നപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? ട്രേഡ് ഡീൽ ഇപ്പോഴെങ്കിലും സെറ്റാകാൻ പോകുന്ന ലക്ഷണം കാണുന്നില്ല. അതുകൊണ്ടാണ് റഷ്യൻ ഓയിലിനകത്തിൽ ഇപ്പോഴും അവർ സാറ്റിസ്ഫൈഡ് അല്ല. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ താരിഫ് കൂടുതൽ അടിക്കും എന്ന് ഇന്ത്യയെ ട്രംപ് വാൺ ചെയ്തു. അത് വളരെ നെഗറ്റീവ്, പ്രത്യേകിച്ച് IT സെക്ടറിന് വളരെ നെഗറ്റീവായിട്ട് അത് ഇമ്പാക്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് IT വീഴാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഗ്ലോബലി ഉള്ള വെനസ്വേലയായിട്ടുള്ള പ്രശ്നം. അമേരിക്ക വെനസ്വേലയെ ആക്രമിച്ചു, അതിനെ കീഴ്പ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് ധാരാളം ന്യൂസുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് ട്രംപ് ഒരു ഡയലോഗ് കൂടെ പറഞ്ഞു, കൊളംബിയക്കാർ സൂക്ഷിച്ചു, മെക്സിക്കോക്കാർ സൂക്ഷിച്ചു, നിങ്ങൾക്കും പണി പുറകെ വരുന്നുണ്ട് എന്നൊരു ഡയലോഗ് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പം ഗ്ലോബലി ഒരു അൺസർട്ടനിറ്റിയാണ്. അപ്പോൾ ഒരു ചേരിതിരിവിന് ലോകത്തിൽ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഏത് ചേരിയിൽ ആരൊക്കെ നിൽക്കുന്നു എന്നുള്ളതൊക്കെ മാർക്കറ്റ് സാഹൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുമ്പം മാർക്കറ്റ് അതിനോട് വളരെ മോശമായിട്ടായിരിക്കും പ്രതികരിക്കുന്നത്. മാർക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത്ര സുഖകരമല്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സെൽ ഓഫ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേങ്കിൽ നമുക്ക് ഫെബ്രുവരിയിൽ ബജറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ പിടിച്ചു നിർത്തക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയുന്നത്. വേണ്ട, പറഞ്ഞ് ഒത്തിരി കയറിപ്പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നിലവിലുള്ള സംഭവങ്ങൾ, മാർക്കറ്റ് വീഴാനുള്ള സാധ്യതകളും. അപ്പോൾ നാളെ നമ്മൾ നോക്കേണ്ടത്, നമുക്ക് നാളെ ഈ 26,237, ഓക്കെ, 26,237 ഇത് പൊട്ടിയാൽ 26,118 ഇതാണ് നമ്മളുടെ അടുത്ത ലെവൽ. ഓക്കെ, ഇതിന് താഴോട്ട് ഞാൻ ഒരു വരയുടെ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാപ്പാടമായിട്ടുള്ള ഒരു ലെവലുണ്ട്. എത്രയാണ്? 26,011 അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ മാർക്കറ്റ് പൊട്ടിയാൽ 26,247 സസ്റ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പെട്ടെന്ന് തന്നെ 26,118 വരും. അതും പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ 26,0 ഈവൻ വളരെ ക്രൂഷ്യലാണ്. ഓക്കെ, ഇത് വളരെ ക്രൂഷ്യലാണ്. 26,011 ഇവിടെ എന്ത് സംഭവിക്കുന്നുള്ളത് വളരെ എന്താ പറയുക, ആശങ്കാജനകമായ ഒരു ഏരിയയാണ് 26,011. ഓക്കെ, ഇനിയല്ല മാർക്കറ്റ് നാളെ മോളോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കിട്ടണം, 26,340. നമ്മളെ ഈ 26,340 നമ്മൾ ATH കണക്കാക്കിയാൽ മതി കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറയായിരുന്നു, നമ്മൾ ഏതിനെ ATH കണക്കാക്കി? 26,277 നമ്മൾ ATH കണക്കാക്കിയത്. 320 പോയായിരുന്നു. പക്ഷെ നമ്മൾ അതിനെ എന്ത് ചെയ്തില്ല? ATH കൺസിഡർ ചെയ്തില്ല. 277 നമ്മൾ എന്ത് ചെയ്ത് ATH കൺസിഡർ ചെയ്യും എന്ന് പറഞ്ഞ പോലെ ഇവിടെ മാർക്കറ്റ് 373 പോയി അല്ലേ? 373 എത്രയാണ് പോയത്? 373 പോയി. പക്ഷെ നമ്മൾ അതിനെ ATH കണക്കാക്കുന്നില്ല. നമ്മുടെ ATH ഇതാണ്. ഓക്കെ, 26,340. ഓക്കെ, ഇതാണ് നമ്മുടെ മേജർ ലൈൻ. ഓക്കെ, അപ്പോൾ നാളെ മാർക്കറ്റ് ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് പോയാൽ 340 പൊട്ടുന്നുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ തട്ടി തിരിച്ചു വരുന്നുണ്ടോ നോക്കുക. ഇല്ല, ഇത് നേരെ ഓപ്പൺ ചെയ്ത് നേരെ താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 26,118 നമുക്ക് കിട്ടും. ഇത് 26,237 താഴെ സസ്റ്റെയിൻ ചെയ്യാൻ നോക്കുക. സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവിടെ വരും, ഇതും പൊട്ടിയാൽ നേരെ ഇവിടെ വരും. ഇത്രയുമാണ് നമുക്ക് നാളത്തേക്കുള്ള കാര്യം പറയാനുള്ളത്. വേറെ ഞാൻ കൂടുതലൊന്നും ലെവലുകളൊന്നും അതിവായിട്ടൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ നാളെ താഴോട്ടിറങ്ങുകയാണെങ്കിൽ പിന്നെ ഈ ലൈനിലൊന്നും നമുക്ക് ഇനി പ്രസക്തിയില്ല. ഇതൊക്കെ നാളെ ക്യാൻസൽ ചെയ്ത് കളയാനുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം അത്രയുമാണ് നിഫ്റ്റിയെ പറ്റി പറയാനുള്ളത്. നമുക്കിനി ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലെവലുകൾ വളരെ ഡീസൻ്റായിട്ട് വർക്ക് ചെയ്തു ഇല്ലേ? നമ്മുടെ ലെവലുകൾ വളരെ ഡീസൻ്റായിട്ട് വർക്ക് ചെയ്തു. നോക്കിക്കേ, മാർക്കറ്റ് ഇന്ന് ഹൈ പോയില്ല. നിഫ്റ്റി രാവിലെ ഓപ്പൺ ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയെങ്കിലും
ബാങ്ക് നിഫ്റ്റി എന്ത് ചെയ്തില്ല, ഹൈ ബ്രേക്ക് ചെയ്യാതെ തന്നെ നേരെ വൺ സൈഡ് താഴോട്ട് വരുമായിരുന്നു. കൃത്യമായിട്ട് നമ്മുടെ ലെവലുകളൊക്കെ വളരെ അടിപൊളിയായിട്ട് റെസ്പെക്ട് ചെയ്തു. 59,985 ടെസ്റ്റ് ചെയ്തു. നമ്മളിതൊക്കെ ലൈവായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇനി വേറെ കൂടുതലൊന്നും നോക്കാനില്ല. നമുക്കിവിടെ ട്രെൻഡ് ലൈൻ ഉണ്ട്. ഈ ട്രെൻഡ് ലൈനാണ് നമ്മുടെ മുകളിലോട്ടുള്ള ഒരു കടമ്പ. ഈ ട്രെൻഡ് ലൈൻ കടന്നാൽ പിന്നെ അടിപൊളിയായിട്ട് മുകളിലോട്ട് പോകും. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക, 60,000 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. സൈക്കോളജിക്കൽ സപ്പോർട്ട് റെസൻസായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. 60,000 നിലനിർത്തുന്നുണ്ട് നോക്കുക. 60,000 നിലനിർത്തി കഴിഞ്ഞാൽ മുകളിലോട്ട് പോകും, ഇല്ലയെന്നുണ്ടെങ്കിൽ നേരെ താഴോട്ട് വരും. നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഈ പറയുന്ന പോലെ തന്നെ രാവിലെ വലിയ ഷോയൊക്കെ കാണിച്ച് മുകളിലോട്ട് പോയതിന് ശേഷം നല്ല രീതിയിൽ അണ്ണൻ പൊട്ടി താഴോട്ട് പോയിട്ട് പിന്നെ അവസാന നിമിഷത്തിൽ റിക്കവറി നടത്തി എങ്കിൽ വീണ്ടും കൃത്യമായി നമ്മുടെ 13,994 എന്നുള്ള ലെവലിൽ പോയി തട്ടി നേരെ മാർക്കറ്റ് തിരിച്ച് താഴെ വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മൾ ലെവലുകളൊക്കെ ഇവിടെ തന്നെ കിടപ്പുണ്ട് മിഡ് ക്യാപ്പിനകത്തിൽ. ഓക്കെ, നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത് നിഫ്റ്റിയാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പം സമയം ഒത്തിരി കടന്നുപോയി. അപ്പോൾ നിങ്ങൾ നാളെ വൈകുന്നേരങ്ങളിലുള്ള ഗ്ലോബൽ ന്യൂസുകൾ നോക്കുക. ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്ത് നോക്കുക. നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞാൽ US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചർ ഒരു രാവിലെയൊക്കെ 10 മുറക്കെ ഉണ്ടായിരുന്നു, ഇപ്പം വെറും 40 ഉള്ളൂ. അപ്പം എന്താണ് സംഭവിക്കാൻ പോകുന്നത് വൈകുന്നേരം നോക്കുക. വൈകുന്നേരത്തെ ഗ്ലോബൽ മാർക്കറ്റും സെൻറ്റിമെൻറ്റ്സും വേറെ എന്തെങ്കിലും ന്യൂസുകളൊക്കെ വരുന്നുണ്ട് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. നാളെ ട്രേഡ് ചെയ്യുന്നവർ നാളെ എക്സ്പയറി ഡേ ആണ്, കഴിവതും നിങ്ങൾ നെക്സ്റ്റ് എക്സ്പയറിയിൽ ട്രേഡ് ചെയ്യാനൂടെ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഇന്നത്തെ കാര്യം പറയാൻ. അപ്പോൾ എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.